ഇന്നത്തെ ബിഗ് ബോസ് അഗ്നിപരീക്ഷ എപ്പിസോഡിൽ 4 പേരാണ് പുറത്തായിട്ടുള്ളത്. അതിലാദ്യം പുറത്തായത് അനഘ എന്ന് പറഞ്ഞ കണ്ടസ്റ്റന്റ് ആണ്. അനഘ ഔട്ടായി പോകുന്ന സമയത്ത് പറയുന്നുണ്ടായിരുന്നു, എന്നേക്കാൾ ഇവിടെ നിൽക്കാൻ അർഹതയില്ലാത്ത ആളുകൾ ഇവിടെയുണ്ട് എന്ന് പറഞ്ഞിട്ട് വേറൊരു കണ്ടസ്റ്റന്റിനെ കാണിക്കുകയൊക്കെ ചെയ്തു. അത് വളരെ ശരിയായിട്ടുള്ള ഒരു കാര്യമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അനഘ എന്ന ഈ കണ്ടസ്റ്റന്റ് അത്യാവശ്യം ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളായിരുന്നു. ഇവരെ വെച്ച് നോക്കുമ്പോൾ അവിടെ ബിഗ് ബോസിലേക്ക് പോവാൻ അർഹതയില്ലാത്ത വേറെയും കണ്ടസ്റ്റന്റ്സ് അവിടെ ഉണ്ട്. എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ബിഗ് ബോസിലേക്ക് തിരഞ്ഞെടുക്കുന്ന മത്സരാർത്ഥികളുടെ എന്ത് ക്വാളിറ്റി പരിഗണിച്ചിട്ടാണ് ഇവര് തിരഞ്ഞെടുക്കുന്നത്? എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവര് സെലക്ട് ചെയ്യുന്നതെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ സാധാരണ പറയുന്ന ഒരു ബി മെറ്റീരിയൽ, ഇവര് തിരഞ്ഞെടുക്കുന്ന എല്ലാവരും ബി മെറ്റീരിയൽ ഒന്നുമല്ല. നമുക്ക് തന്നെ ചിന്തിച്ചാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. സെലിബ്രിറ്റികളാണെങ്കിൽ അവരുടെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് നോക്കി കുറച്ച് എരിവും പുളിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ബി മെറ്റീരിയൽ അല്ലെങ്കിൽ കൂടി അവര് ബിഗ് ബോസിലേക്ക് എടുത്തു എന്ന് വെക്കാം. എന്നാൽ കോമണേഴ്സ്, ഇതിന് മുന്നേ വന്നിട്ടുള്ള കോമണേഴ്സ്, അവരുടെ ഒന്നും ക്വാളിറ്റി എന്ന് പറയുമ്പോൾ എനിക്കറിയില്ല, അവരൊക്കെ ഒരു ബി മെറ്റീരിയൽസ് ആയിരുന്നോ എന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. മുന്നത്തെ സീസണിൽ കോമണറായി വന്നിട്ടുള്ള ഗോപിക, അവരൊന്നും ഒരിക്കലും ഒരു ബി മെറ്റീരിയൽ ആയിരുന്നില്ല. അവരെക്കാൾ സംസാരിക്കാനും ടാസ്ക് ചെയ്യാനും കഴിവുള്ള ഒരുപാട് പേര് അന്നും അപ്ലൈ ചെയ്തിട്ടുണ്ടാവില്ലേ? ഉണ്ടാവും, തീർച്ചയായും ഉണ്ടാവും. പക്ഷെ എന്തുകൊണ്ട് അവരെ ഒന്നും സെലക്ട് ചെയ്യുന്നില്ല? എനിക്കറിയില്ല ഇവർ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുക്കുന്നത് എന്നുള്ളത്. കാരണം ഗോപിക എന്ന് പറയുമ്പോൾ, ഗോപിക ഒരു മോശം ആളാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഗോപിക ഒരിക്കലും ഒരു ബി മെറ്റീരിയൽ അല്ല. ഒരുപാട് സംസാരിക്കാനോ പ്രതികരിക്കാനൊക്കെ അറിയും. പക്ഷേ എന്തെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് ഒരു, എന്താ പറയാ, പെർഫെക്റ്റ് ആയി സംസാരിക്കാൻ കഴിയുന്ന ഒരാളൊന്നും ആയിരുന്നില്ല ഗോപിക. എന്തായാലും അതിനേക്കാൾ സംസാരിക്കാനും പ്രതികരിക്കാനും എല്ലാം കഴിവുള്ള ആളുകൾ അന്നും അപ്ലൈ ചെയ്തിട്ടുണ്ടാകും. പക്ഷെ എന്തുകൊണ്ട് ഗോപിക? അപ്പൊ അതേ ഒരു രീതി തന്നെ ആയിരിക്കില്ലേ അവർ ഈ ഒരു അഗ്നി പരീക്ഷയിലും മുന്നോട്ട് കൊണ്ടുപോകുന്നത്? അപ്പൊ നമ്മളിങ്ങനെ കുറച്ച് പേരെ, ആക്റ്റീവായ കുറച്ച് പേരെ സപ്പോർട്ട് ചെയ്തിട്ടൊന്നും കാര്യമല്ല. ഫൈനലി ഇവർ കുറച്ച് പേരെ തെരഞ്ഞെടുക്കും. അത് ബി മെറ്റീരിയൽ ആവണമെന്നോ അങ്ങനെ യാതൊരു നിർബന്ധവുമില്ല. ഇവരുടെ ക്രൈറ്റീരിയ എന്താണോ അതിന്റെ അടിസ്ഥാനത്തിൽ ചിലർ വരും. അത് ചിലപ്പോൾ ഒരിക്കലും ബിഗ് ബോസിനോട് ചേർന്ന് പോവാത്ത ആളുകളുമായിരിക്കാം. രണ്ടാമത് പുറത്തായത് അമലാണ്. ഇയാളുടെ കാര്യത്തിൽ ഞാൻ പിന്നെ ജഡ്ജസിന്റെ തീരുമാനത്തോട് യോജിക്കുന്നുണ്ട്. കാരണം ഇയാൾ ആ സ്റ്റേജിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാനൊക്കെ ഇന്നാണ് ശ്രദ്ധിക്കുന്നത്. എനിക്ക് ഇയാളുടെ ഫേസ് പോലും ഓർമ്മയില്ലായിരുന്നു. ഇന്ന് പിന്നെ ഇന്നത്തെ എപ്പിസോഡിൽ ആ ഷർട്ടൊക്കെ അഴിച്ച് കാണിക്കുന്നതൊക്കെ കണ്ടപ്പോഴാണ് ഞാനും ഇയാളെ ശ്രദ്ധിക്കുന്നത്. ഇയാൾ ഒട്ടും ആക്റ്റീവ് അല്ലായിരുന്നു എന്ന് തന്നെ പറയാം. അപ്പൊ ഇയാളുടെ കാര്യത്തിൽ ഒരു ഉചിതമായ തീരുമാനം തന്നെയാണ് എടുത്തത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇയാൾ ഔട്ടായി പോകുമ്പോൾ ഒന്നും സംസാരിക്കാതെ പോകുന്നതാണ് കണ്ടത്. അപ്പൊ തന്നെ ഒരു നെഗറ്റീവ് ഫീലാണ് ഉണ്ടായത്. അയാൾക്ക് എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോവായിരുന്നു. എന്തായാലും ഇയാൾ ഒട്ടും ആക്റ്റീവ് അല്ലായിരുന്നു എന്ന് തന്നെ പറയാം. അയാളുടെ വിഷമം കൊണ്ടായിരിക്കാം അയാൾ അങ്ങനെ പോയത്. പക്ഷെ അതൊരു ഒരു ഇമ്മച്വർ ആയിട്ടുള്ള ഒരാളുടെ ഒരു പ്രവൃത്തി പോലെയാണ് എനിക്ക് തോന്നിയത്. കുട്ടികളൊക്കെ പിണങ്ങി പോയില്ലേ, അതുപോലെ. അടുത്തതായി പുറത്തുപോയത് അസിയ ആയിരുന്നു. ഇവരും ഫസ്റ്റ് ഡേ നമ്മൾ ഇവരുടെ ഒരു ആ ഹെയർ കളറും അതൊക്കെ കാരണം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അങ്ങോട്ട് ഇവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇവരും ഒട്ടും ആക്റ്റീവ് അല്ലാതെ ഒട്ടും ആക്റ്റീവ് അല്ലാത്ത ഒരാൾ തന്നെയായിരുന്നു എന്ന് പറയാം. കാരണം ഇവർക്ക് ഇവരെ പ്രൂവ് ചെയ്യാൻ ഈ സ്റ്റേജിൽ ഒരുപാട് സമയമൊന്നും കിട്ടില്ല. അപ്പൊ കിട്ടുന്ന സമയത്ത് അവർ പരമാവധി ആ സമയം പ്രയോജനപ്പെടുത്തി നിന്നാൽ മാത്രമേ അവർക്ക് അഗ്നിപരീക്ഷയിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അടുത്തതായിട്ട് നമ്മുടെ പൂജയായിരുന്നു എലിമിനേറ്റ് ആയത്. പൂജയുടെ കൂടെ ശ്യാമാണ് ഉണ്ടായിരുന്നത്. ശ്യാം സേവ് ആവുകയും പൂജ എലിമിനേറ്റ് ആവുകയും ചെയ്തു. വന്നു കയറിയ അപ്പം മുതൽ ജഡ്ജസിനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ആളാണ് പൂജ എന്ന് പറയുന്നത്. അത് അവർ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു, അഗ്രഷൻ കറക്റ്റ് സമയത്തല്ലായിരുന്നു എന്നുള്ളത്. പൂജ ശരിക്കും ഒരു പ്രേക്ഷകൻ എന്ന നിലക്ക് നമ്മൾ പറയുകയാണെങ്കിൽ നല്ലൊരു ബി മെറ്റീരിയൽ തന്നെയാണ്. നല്ല ഇറിറ്റേറ്റിംഗ് ക്യാരക്ടറാണ് ആളുടെ, അതല്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ഷെ അങ്ങനെ ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ആളുകളാണ് കൂടുതലും ബിഗ് ബോസിൽ വന്നിട്ടുള്ളതും നിന്നിട്ടുള്ളതും. എന്തായാലും ഇവരുടെയൊക്കെ ഭാഗ്യമില്ലായ്മ കൊണ്ട് ഇവരൊക്കെ ഔട്ടായി പോയി എന്ന് പറയാം. എന്തായാലും അടുത്ത എപ്പിസോഡുകൾ എന്തായിരിക്കും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.